രാഹുൽ ഈശ്വറിന്റെ വക്കീല് പറഞ്ഞു കഴിഞ്ഞു അയാൾക്ക് ബുദ്ധിയില്ലാത്ത പയ്യനാണെന്ന്. പിന്നെ അതിൽ കൂടെ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ അജിത്തെ, നമ്മൾ രാഹുൽ ഈശ്വറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് ദിലീപ് കേസ് സംസാരിക്കാം. കൊണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഓക്കെ, അപ്പോ അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഒരു ആരോപിതനായിട്ടുള്ള വ്യക്തി പുറത്തു നിൽക്കുമ്പോൾ കോടതികളുടെ പിടിപ്പീടെന്ന് പറയേണ്ടി വരും. ആരോപിതൻ പുറത്തു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച, അദ്ദേഹത്തിന് വേണ്ടി ശരികൾക്ക് വേണ്ടി സംസാരിച്ച ആൾ ജയിലിലാണ്. ഒരാഴ്ചയായിട്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ബുദ്ധിയില്ല എന്നുള്ള അഡ്വക്കേറ്റ് പറഞ്ഞു എന്നുള്ള അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കും. അജിത്ത്, ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ. ഒരു സംഭവം ഉണ്ടാകുന്നു, അതിലൊരു തെറ്റുകാരൻ ഒരു ആണാണെങ്കിൽ, ഒരു പുരുഷനാണെങ്കിൽ, നമ്മൾ ആ ഒരു പുരുഷനാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കുമ്പോൾ, ഇവിടെ ഒരു സ്ത്രീയാണ് ഈ കൊട്ടേഷൻ നൽകിയതെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ അടക്കമുള്ള സ്ത്രീകൾ ആ സ്ത്രീക്കെതിരെ തന്നെ നിൽക്കുകയുള്ളൂ. നമുക്ക് മനസാക്ഷി എന്നൊന്നില്ലേ? നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുന്നവരും നമ്മൾ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും കാര്യങ്ങൾ കാണുന്നവരുമാണ്. അപ്പോൾ അതിനനുസരിച്ച് യുക്തിപരമായ ഒരു തീരുമാനം എടുക്കണ്ടേ? അപ്പുറത്തുള്ളത് പുരുഷനാണ് എന്ന് കരുതിക്കൊണ്ട് പുരുഷൻ ചെയ്യുന്ന എന്ത് വൃത്തികേടുകളെയും പ്രതിരോധിക്കാനുള്ള ബാധ്യത അജിത് വട്ടിയൂർക്കാവിനുണ്ടോ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഈ ഗോവിന്ദചാമിക്കോ അതുപോലുള്ളവർക്കൊന്നും നമ്മളാരും അവരുടെ അടുത്ത് പോയിട്ടുമില്ല, അവരുമായിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ. ജിഷ പിടിച്ചിട്ടിരിക്കുന്ന അയാളോടൊന്നും സംസാരിക്കാതിരിക്കാൻ പറയുമോ? എന്റെ സമയം ഞാൻ സംസാരിക്കാം. അദ്ദേഹത്തിന് സമയം കൊടുക്കുന്നത് ബൈജു കൊട്ടാരക്കര ഒരു നിമിഷം അദ്ദേഹം സംസാരിക്കട്ടെ, അജിത്ത് സംസാരിക്കട്ടെ. താൻ മാന്യമായിട്ട് സംസാരിക്കണം. താൻ മാന്യമായിട്ടൊന്നുമല്ല ആദ്യം എൻ്റെ അടുത്ത് സംസാരിച്ചത്. ആദ്യം സംസാരിച്ചോ തുടക്കം എങ്ങനെയായിരുന്നു? ഇങ്ങോട്ട് എന്താണോ അതേ അങ്ങോട്ടും കിട്ടുള്ളൂ. പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പൊ ഞാൻ കൊട്ടേഷൻ റേപ്പിസ്റ്റുകൾക്കും വേണ്ടി സംസാരിക്കുന്ന നിങ്ങളോടൊക്കെ മാന്യത കുറച്ച് സംസാരിക്കാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുള്ളൂ. ശ്രീ ബൈജു, നമുക്ക് അദ്ദേഹത്തിന് പറയാനുള്ള ഒന്ന് കേൾക്കാം. അതിനുശേഷം തിരിച്ചു കിട്ടും. തന്നോട് എനിക്ക് ആ നിലയിലേ പറയാൻ പറ്റൂ. അതാദ്യം തന്നോട് ആ നിലയിലേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ. അജിത്ത്, നമുക്ക് കാര്യത്തിലേക്ക് വരാം. അജിത്തിന്റെ വാദങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ദിലീപിനെ പ്രതിരോധിക്കാനുള്ള അജിത്തിന്റെ വാദങ്ങൾ എന്താണെന്ന് കേൾക്കാം. കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വിടണ്ട, മനസ്സിലല്ലേ? അത് ഇങ്ങോട്ട് വിടണ്ട, അവിടെ നിർത്തൂ. തനിക്ക് സമയം തരുമ്പോ താൻ സംസാരിച്ചു.